മക്കളെ, നമ്മുടെ SSLC ബയോളജിയിലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചാപ്റ്റർ ആണല്ലേ നമ്മളിപ്പോൾ പഠിക്കുന്ന ജെനറ്റിക്സ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത്. ഈ ചാപ്റ്ററിൽ നമ്മൾ കൂടുതലായിട്ടും ജെനറ്റിക്സിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ വേരിയേഷൻ എങ്ങനെ സംഭവിക്കുന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് കുറേ കുട്ടികൾക്ക് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് എന്താണ് മിസ് ഈ DNA ക്രോസിംഗ് ഓവർ, ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, ഒരു ഐഡിയയും കിട്ടുന്നില്ല എന്ന്. അപ്പോൾ അത് നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ് മിസ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാം, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്ന രണ്ട് പ്രധാന ടേമാണ് ഹെറിഡിറ്റി, അതുപോലെ തന്നെ വേരിയേഷൻ, പാരമ്പര്യം, അതുപോലെ തന്നെ നമ്മൾ പറയുന്നതാണ് എന്ത്, വ്യതിയാനം എന്നുള്ളത്. പാരമ്പര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ അച്ഛൻ്റെയും അമ്മയിൽ നിന്നും നമുക്ക് അതേപോലെ തന്നെ കിട്ടുന്ന ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ പറയും അച്ഛൻ്റെ അതേപോലത്തെ ഹൈറ്റ് നമുക്കുണ്ട്, അച്ഛൻ്റെ അതേ മൂക്ക് നമുക്കുണ്ട്, അല്ലെങ്കിൽ അമ്മയുടെ അതേ കണ്ണാണ് നമുക്കുള്ളത് എന്നൊക്കെ. ഈ സിമിലർ ക്യാരക്ടേഴ്സ് വരുന്നതിനാണ് നമ്മൾ ഹെറിഡിറ്റി അല്ലെങ്കിൽ പാരമ്പര്യം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ടേമാണ് വേരിയേഷൻ അല്ലെങ്കിൽ വ്യതിയാനം എന്ന് പറയുന്നത്. നമ്മൾ ഇപ്പോൾ പറഞ്ഞ കേസിൽ തന്നെ അച്ഛൻ്റെയും അമ്മയുടെയും ക്യാരക്ടേഴ്സ് നമുക്ക് അതേപോലെ കിട്ടുന്നെങ്കിലും ചില ക്യാരക്ടേഴ്സ് അവർക്ക് ഇല്ലാത്ത പുതിയതാണ് നമുക്ക് കിട്ടുക. അതുകൊണ്ടാണല്ലോ നമ്മൾ അവരിൽ നിന്നും വ്യത്യസ്തരാവുന്നത്. ഇനി നമ്മുടെ വീട്ടിൽ നമ്മുടെ ചേട്ടനോ ചേച്ചി, നമ്മുടെ സിബ്ലിങ്സിനെ എടുത്ത് നോക്കിയാലും നമ്മൾ മൂന്നാളും നമ്മുടെ സെയിം അച്ഛൻ്റെ അമ്മയിൽ നിന്ന് ഉണ്ടായതെങ്കിലും നമുക്ക് മൂന്നാൾക്കും പല ഡിഫറൻസസും ഉണ്ട്, സിമിലാരിറ്റീസും ഉണ്ട് അല്ലേ. അപ്പോൾ ആ ഡിഫറൻസിന് കാരണമാവുന്ന അല്ലെങ്കിൽ ഡിഫറൻസിനെയാണ് നമ്മൾ വേരിയേഷൻ അല്ലെങ്കിൽ വ്യതിയാനം എന്ന് പറയുന്നത്. ഇനി ഈ വേരിയേഷൻ അല്ലെങ്കിൽ വ്യതിയാനത്തിന് കാരണങ്ങൾ രണ്ടെണ്ണമാണ് നമ്മുടെ സിലബസിൽ പഠിക്കുന്നത്. ഒന്ന് ഈ ഒരു DNA ക്രോസിംഗ് ഓവറും രണ്ടാമത്തേത് മ്യൂട്ടേഷനുമാണ്. ക്രോസിംഗ് ഓവർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ സെല്ലിലും 46 ക്രോമസോംസ് ഉണ്ട്, അതായത് 23 പെയർ ആയിട്ടാണ് കാണപ്പെടുന്നത്. ഇതിൽ ഓരോ പെയർ എന്ന് പറയുന്നത് ഓരോന്നും നമ്മുടെ അച്ഛൻ്റെയും അമ്മയിൽ നിന്നും കിട്ടിയതാണ്. ഈ ഹോമോലോഗസ് ക്രോമസോംസ് തമ്മിൽ പെയർ ചെയ്യുന്ന പ്രോസസ്സാണ് നമ്മൾ ഈ ഒരു ക്രോസിംഗ് ഓവർ എന്ന് പറയുന്നത്. അപ്പം ഇവർ തമ്മിൽ അടുത്ത് വന്ന് നിന്നിട്ട് ഇവരുടെ ആംസ്, നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ ആംസ് തമ്മിൽ കൈമാറ്റം ചെയ്യപ്പെടും. എന്നിട്ട് ഒരു എക്സ് പോലെ ഒരു പൊസിഷനിൽ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ പോയിന്റിനെയാണ് നമ്മൾ കിയാസ്മ എന്ന് പറയുന്നത്. അപ്പോൾ കിയാസ്മ രൂപപ്പെട്ട് കഴിഞ്ഞിട്ട് ഇവർ തമ്മിൽ എന്ത് ചെയ്യും, ഈ ആംസ് തമ്മിൽ കൈമാറ്റം ചെയ്യപ്പെടും. അപ്പോൾ ആ ക്രോമാറ്റിഡിന്റെ സെക്ഷൻസ് തമ്മിൽ കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ ക്രോമസോംസ് രണ്ടും വ്യത്യസ്തരായി. അതായത് നമുക്കൊരിക്കലും നമ്മുടെ കുട്ടിയിലേക്ക് പോകുന്ന ക്രോമസോം നമ്മുടെ അച്ഛൻ്റെ അമ്മേൻ്റെ അതേ ക്രോമസോം ആയിട്ട് വരില്ല. അപ്പോൾ അത് വ്യത്യാസം സംഭവിക്കുന്നത് ഈ ഒരു ക്രോസിംഗ് ഓവർ വഴിയാണ്. അപ്പോൾ ഈ ആംസ് തമ്മിൽ കൈമാറ്റം ചെയ്യപ്പെടുന്നത് വഴി അവിടെ എന്ത് സംഭവിച്ചു, വേരിയേഷൻ സംഭവിച്ചു. അതായത് നമ്മുടെ സെല്ലിലുള്ള ക്രോമസോം അല്ലാതെ പുതിയ വേരിയേഷനുള്ള ക്രോമസോമാണ് നമ്മുടെ കുട്ടിയിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ കുട്ടി ഉണ്ടാവാനുള്ള ഗമേറ്റിലേക്ക് പോകുന്നത്. ഇത് തന്നെയാണ് നമ്മൾ ഇപ്പോൾ ഒരു മെയിൽ എടുക്കുന്ന സമയത്ത് അവരുടെ സ്പേം പ്രൊഡക്ഷനിൽ സംഭവിക്കുന്നത്. ഒരു ഫീമെയിൽ എടുക്കുമ്പോൾ അവരുടെ ഓവം പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇതാണ് നടക്കുന്നത്. ഇനി ആ സ്പേമും ഓവും തമ്മിൽ ഫ്യൂഷൻ നടക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു, പുതിയൊരു കോമ്പിനേഷനായി കുട്ടിയിലേക്ക് വരികയാണ്. ഇതാണ് വേരിയേഷന് കാരണമായിട്ടുള്ള DNA ക്രോസിംഗ് ഓവർ എന്ന് പറയുന്നത്. ഇതിൽ 3 പോയിന്റ് ആണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് തമ്മിലാണ് ക്രോസിംഗ് ഓവർ നടക്കുന്നത്. ആ ക്രോസിംഗ് ഓവർ നടക്കുന്ന X എന്ന് പറയുന്ന പോയിന്റിനെ നമ്മൾ കിയാസ്മ എന്ന് പറയുന്നു. അതാണ് വേരിയേഷന് കാരണമാവുന്നത്. അപ്പോൾ ഈ 3 പോയിന്റ് ഇവിടെ പഠിച്ചു വെച്ചാൽ എക്സാമിന് ഫുൾ മാർക്ക് ഈ ടോപ്പിക്കിൽ നിങ്ങൾക്ക് കിട്ടും. സോ ഈ ഡയഗ്രാം കണ്ടാൽ ഇത് DNA ക്രോസിംഗ് ഓവർ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പഠിക്കണം. ഈ പോയിന്റും വളരെയധികം മനസ്സിലാക്കി വെക്കുക. സോ അടുത്ത ടോപ്പിക്കിലേക്ക് വരുമ്പോഴും ഇത് മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതും ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മുടെ ബാച്ചിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ബാച്ചിൽ ജോയിൻ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇതുപോലെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ ലഭിക്കുകയുള്ളൂ. ഓരോ പോയിന്റും സ്പെസിഫിക് ആയിട്ട് വരച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പം ഇനിയും കൺഫ്യൂഷനും ടെൻഷനൊക്കെ ആയിട്ട് ഇരിക്കുന്നവർ എത്രയും പെട്ടെന്ന് നമ്മുടെ ബാച്ചിലേക്ക് തന്നിട്ടുള്ള നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് ജോയിൻ ചെയ്യുക. അടിപൊളിയായിട്ട് എല്ലാ സെഷൻസും നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ പഠിക്കും. സോ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്.